അത് കഴിഞ്ഞ് വിഡ്ഢിയും വങ്കനും ലോഭിയുമായ ഒരു കലൻ സദസ്സിൽ വെച്ച് ശകാരിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഭീഷ്മ പിതാമഹൻ ഉത്തരം പറഞ്ഞത് ഈ വിധത്തിലാണ്: ബുദ്ധികെട്ടവൻ പറയുന്ന ദുഷ്ടഭാഷണം സൽബുദ്ധിയായ മനുഷ്യൻ സഹിക്കുകയാണ് വേണ്ടത്. അപ്രകാരം സഹിക്കുന്നവന്റെ പാപം ശകാരിക്കുന്നവനിൽ ചെന്നു ചേരും. ശകാരിക്കുന്നവൻ ലോകത്തിന്റെ വിദ്വേഷം സമ്പാദിച്ച് പാഴായി പോവുകയും ചെയ്യും. ശ്ലാഘ്യമല്ലാത്ത കാര്യത്തിൽ ശ്ലാഘിക്കുന്നവൻ നാണം കെട്ടവനാണ്. അവൻ പുരുഷാധമനാണ്. അവനെ ഒഴിവാക്കണം. ചിലർ തമ്മിൽ കാണുമ്പോൾ വാഴ്ത്തും, പോയിക്കഴിഞ്ഞാൽ നിന്ദിച്ച് പറയും, ഇവൻ പട്ടിയെപ്പോലെ മേലും കീഴും കെട്ടുപോയവനാണ്. മഹാജനങ്ങളിൽ കുറ്റവും കുറവും വിളിച്ചു പറയുന്ന ദുർബുദ്ധി പാമ്പ് തന്റെ പത്തി വിരിക്കുന്നത് പോലെ തന്നിലുള്ള ദോഷത്തെയാണ് വെളിവാക്കുന്നത്. ഇങ്ങനെയുള്ളവർ നിന്ദിക്കുന്നത് കേട്ട് ഒരിക്കലും ഭവാനാർത്തനാവരുത്. രാജസേവകന്മാർ ഏതു വിധത്തിലുള്ളവർ ആയിരിക്കണമെന്നും ഏതു തരക്കാരായ ഭൃത്യന്മാരെയാണ് സമീപത്ത് നിർത്തേണ്ടത് എന്നും മറ്റുമുള്ള യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഭീഷ്മർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരാൾക്ക് തനിക്ക് ജനിച്ച രാജ്യം രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. സഹായമില്ലാത്തവൻ അർത്ഥങ്ങളൊന്നും നേടുകയുമില്ല. നേടാനും നേടിയത് സംരക്ഷിക്കുവാനും പറ്റിയ ജ്ഞാനവിജ്ഞാന ഗൗതവന്മാരായ ഭൃത്യന്മാർ ആർക്കുണ്ടോ അവർ രാജ്യം ഭരിക്കുക തന്നെ ചെയ്യും. ലോകത്തിൽ സജ്ജനാചാരത്തിന് എന്നും നിർദ്ദേശകമായ ഒരു കഥ ഉദാഹരണമായി ഞാൻ ഇന്ന് പറയാം. അതായത്, മനുഷ്യൻ ചെല്ലാത്ത ഗഹനമായ ഒരു കാനനത്തിൽ ബലപൂരങ്ങൾ മാത്രം ഭൂഷിച്ച് ഒരു ഋഷി വാണിരുന്നു. അദ്ദേഹം ശാന്തനും ജിതേന്ദ്രിയും സത്യവാനും ധീരവാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രഭാവം കണ്ടിട്ട് കാട്ടിൽ ചുറ്റുന്ന ജീവികൾ ശിഷ്യന്മാരെ പോലെ അദ്ദേഹത്തിന്റെ അടുത്തു വന്ന് കുശലം ചോദിച്ചു പോകുമായിരുന്നു. എവിടെ നിന്നോ ഒരു നാടൻ നായ മുനീന്ദ്രന്റെ അടുക്കൽ വന്നുകൂടി അത് മുനീന്ദ്രനെ വിട്ടുപോകാതെ അദ്ദേഹത്തോടൊപ്പം വസിച്ചു. അവൻ ബലപൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് മുനിയുടെ കാൽച്ചുവട്ടിൽ ഭക്തിപുരസരമിരുന്നു. സ്നേഹബദ്ധനായ ഒരു മനുഷ്യനെ പോലെയാണ് ആ ജീവി മുനിയെ സേവിച്ചത്. അങ്ങനെയിരിക്കെ ക്രൂരനായ ഒരു നരി അവിടെ എത്തി. നായയെ പിടികൂടി ഭക്ഷിക്കണമെന്നായിരുന്നു നരിയുടെ മോഹം. ഈ വിവരം മനസ്സിലാക്കിയ നായ മുനിയുടെ അടുത്തെത്തി തന്നെ നരിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. മുനി പറഞ്ഞു, എടോ നായേ, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. മുനി ജലമെടുത്ത് ജപിച്ച് നായയുടെ ശരീരത്തിൽ തളിച്ചു. നായ ഉടൻ തന്നെ സ്വർണ്ണവർണ്ണമുള്ള ശരീരത്തോടു കൂടിയ ഒരു നരിയായി മാറി. അവന്റെ ദംഷ്ടങ്ങൾ ഏത് ജീവിയെയും ഭയപ്പെടുത്തുന്നതായി മാറുകയും ചെയ്തു. ഇത് കണ്ട് നായയെ തിന്നുവാൻ വന്ന നരി ഭയത്തോടെ സ്ഥലം വിട്ടു. അതോടെ നായ നരിയായി ജീവിക്കുവാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നരിയെ തിന്നുവാനായ ഒരു ഭയങ്കരനായ വ്യാഘ്രം വന്നുകൂടി. നരിയായി തീർന്ന നായയെ കൊന്നു തിന്നുകയായിരുന്നു വ്യാഘ്രത്തിന്റെ ലക്ഷ്യം. നരി ഓടിപ്പോയി മുനിയെ ശരണം പ്രാപിച്ചു. ഉടൻ തന്നെ മഹർഷി നരിയെ വന്നെടുക്കുന്ന ശത്രുവിനേക്കാൾ ശക്തനായ ഒരു വ്യാഘ്രമാക്കി. പാഞ്ഞു വന്ന വ്യാഘ്രം തന്നേക്കാൾ ശക്തനായ ഒരു വ്യാഘ്രത്തെ കണ്ടപ്പോൾ ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ നായ നരിയായി, നരി വ്യാഘ്രമായി. അവൻ ബലവാനായ മാംസാഭോജിയായി തീർന്നു. ബലമൂലങ്ങളിൽ അവൻ ആകാംക്ഷയില്ലാതെയായി. അവൻ കാട്ടുജന്തുക്കളെ ആക്രമിക്കുവാൻ തുടങ്ങി. അവൻ മൃഗങ്ങളെ പിടിച്ചു തിന്ന് വിശപ്പടക്കി തൃപ്തനായി ആശ്രമത്തിൽ കിടക്കുവാനും തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ കൊമ്പും വിരിഞ്ഞ മസ്തകവും നല്ല കരുത്തുമുള്ള ഒരു മത്തേപം വ്യാഘ്രത്തിനോട് ഏറ്റുമുട്ടുവാനെത്തി. ഉടനെ മുനി വ്യാഘ്രത്തെ ഒരു ആനയാക്കി മാറ്റി. വലിയ ഭയങ്കരമായ മഴക്കാറ് പോലെ നിൽക്കുന്ന അവനെ കണ്ടിട്ട് ആക്രമിക്കുവാൻ അടുത്തു വന്ന ആന വിരണ്ട് ഓടിപ്പോവേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആന താമരകളും ഈന്തൽ കാടുകളും മറ്റും തിന്ന് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുമ്പോൾ ഗജകുലാന്തകനായ ഒരു ഭയങ്കര സിംഹം അവന്റെ നേർക്കു വന്നു. ആന ഭയന്നുടനെ പോയി മുനിയെ സമീപിച്ചു, അഭയം പ്രാപിച്ചു. മുനി ഉടനെ ഗജേന്ദ്രനെ സിംഹമാക്കി മാറ്റി. അവനെ കണ്ട് കാട്ടുസിംഹം ഭയപ്പെട്ട് ഓടിക്കളഞ്ഞു. നായയായിരുന്ന സിംഹം മുനിയോടൊപ്പം തന്നെ പിന്നെയും പാർത്തു. അവനെ മറ്റു ജീവികളെല്ലാം ഭയപ്പെട്ടു. അവയെല്ലാം ഓടി ഒളിച്ചു. സിംഹം കാട്ടിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് മറ്റു മൃഗങ്ങളെ പിടിച്ചു ഭക്ഷിച്ചു. ഫലമൂലങ്ങളിൽ അവൻ നിശേഷം വിരക്തനായി. ചോരക്കൊതിയനായ ബലവാനായ ഈ സിംഹത്തിന് മുനിയെ തന്നെ പിടിച്ചു തിന്നാൽ എന്താണെന്നുള്ള ചിന്തയായി. ആഹാ! തപശക്തിയിൽ സിംഹത്തിന്റെ ഇംഗിതം മനസ്സിലാക്കിയ മഹർഷി പറഞ്ഞു, എടോ ദുഷ്ട, നിന്നോടുള്ള സ്നേഹം കൊണ്ട് നായയായ നിന്നെ നരിയും വ്യാഘ്രവും ആനയും അവസാനം സിംഹവുമാക്കി മാറ്റി. ഇപ്പോൾ ഇതിനൊക്കെ കാരണക്കാരനായ പാപമൊന്നും ചെയ്യാത്ത എന്നെ നീ കൊന്നു തിന്നുവാൻ വിചാരിക്കുന്നു.
അതുകൊണ്ട് നീ ഈ നിമിഷത്തിൽ വീണ്ടും നായയായി തീരട്ടെ. മഹർഷി ജലമെടുത്ത് ജപിച്ച് സിംഹത്തിന്റെ ശരീരത്തിൽ തളിച്ച് സിംഹമായി വിരാജിച്ച നായയെ വീണ്ടും നരിയാക്കി. ആ നായ വളരെ വ്യസനിച്ചു. തന്നോട് പൊറുക്കണമെന്ന് മുനിയോട് യാചിച്ചു. അമ്പട നായെ, നീ കടന്നുപോകൂ എന്ന് പറഞ്ഞ പാപിയെ മുനി അവിടുന്ന് ഓടിച്ചു. യുധിഷ്ഠിര, രാജാവ് വൃദ്ധരെ നല്ലതുപോലെ പരീക്ഷിച്ചിട്ട് അറിഞ്ഞിട്ട് വേണം തന്നോടൊപ്പം നിയമിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇങ്ങനെ വരും. കുലീനത്വം ഇല്ലാത്തവനെ ഒരിക്കലും തുണയ്ക്ക് വെക്കരുത്. കുലീനന് തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അവന്റെ കുലീന മഹത്വം തന്റെ യജമാനെ ദ്രോഹിക്കുവാൻ ചിന്തിക്കാറില്ല. ധർമ്മജ, നായയെ നായയുടെ സ്ഥാനത്തും സിംഹത്തെ സിംഹത്തിന്റെ സ്ഥാനത്തും നിർത്തണം. അതല്ലാതെ നായയെ സിംഹത്തിന്റെ സ്ഥാനത്ത് നിർത്തിയാൽ അവൻ അഹങ്കാരിയായി തീരും. ഭൃത്യന്മാരുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഓരോരുത്തരെയും അവനവന്റെ സ്ഥാനത്ത് നിർത്തിയാൽ നീ ഒരിക്കലും നിന്നയ്ക്ക് പാത്രമാവുകയില്ല. യുധിഷ്ഠിരൻ ചോദിച്ചു, പിതാമഹ, സ്വഭാവ ഗുണം എല്ലാ ധർമ്മത്തിന്റെയും മൂലകാരണമാണെന്ന് പറയുന്നു. ശീലഗുണത്തിന് പുറത്തായി മറ്റൊന്നുമില്ലെന്നും പൂഴ്ത്തി പറയാറുണ്ട്. ഇതിന്റെ പരമാർത്ഥം പറഞ്ഞു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, ഇതേപ്പറ്റി ഒരു കഥയിൽ കൂടി നിന്റെ സംശയ നിവൃത്തി ഞാൻ വരുത്തിത്തരാം. പണ്ട് പ്രഹ്ലാദൻ വമ്പനായ ദേവേന്ദ്രന്റെ രാജ്യം പിടിച്ചടക്കി. പ്രഹ്ലാദന്റെ ഉത്തമമായ ശീലഗുണം കൊണ്ട് ആ ദൈത്യേന്ദ്രന് 3 ലോകവും പിടിച്ചടക്കുവാൻ കഴിഞ്ഞു. രാജ്യം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ച് ഉറച്ച ശ്രേയസ് കൈവശമാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ജ്ഞാനം സമ്പാദിക്കുവാൻ ആഗ്രഹിച്ചു. അത് സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനേക്കാൾ ഭേദപ്പെട്ട ജ്ഞാനം സർവജ്ഞനായ പ്രഹ്ലാദനിലുണ്ടെന്നും അദ്ദേഹത്തെ സമീപിച്ച് അത് നേടിയെടുക്കണമെന്നും ബൃഹസ്പതി ഇന്ദ്രനെ ഉപദേശിച്ചു. ഇന്ദ്രൻ ഒരു ബ്രാഹ്മണ വേഷധാരിയായി പ്രഹ്ലാദനെ സമീപിച്ച് ശ്രേയസിനുള്ള മാർഗം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഞാൻ ത്രൈലോകരാജഭാരം വഹിക്കുകയാൽ ഇത്തരം കാര്യങ്ങൾ പറയുവാൻ ഉപദേശിക്കുവാനും എനിക്ക് സമയം കിട്ടുന്നില്ല. പ്രഹ്ലാദന് സമയം ലഭിക്കുമ്പോൾ തനിക്ക് വേണ്ടതൊക്കെ ഉപദേശിച്ചു തന്നാൽ മതിയെന്നും അതുവരേക്കും താൻ കാത്തിരിക്കാമെന്നും പറഞ്ഞ ബ്രാഹ്മണൻ അവിടെ തന്നെ താമസിച്ച് പ്രഹ്ലാദനെ ഗുരുവായി ആദരിച്ച് ശുശ്രൂഷിച്ചു തുടങ്ങി. കാലക്രമേണ പ്രഹ്ലാദൻ ബ്രാഹ്മണനിൽ തൃപ്തന്. ഇതിനിടയ്ക്ക് ബ്രാഹ്മണൻ പലപ്പോഴും പ്രഹ്ലാദനോട് പല ചോദ്യങ്ങളും ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ബ്രാഹ്മണൻ ചോദിച്ചു, ധർമ്മജ്ഞനായ പ്രഹ്ലാദ, അങ്ങ് എങ്ങനെയാണ് ത്രൈലോകരാജ്യം നേടിയത്? പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും വിപ്രനിൽ അസൂയപ്പെട്ടിട്ടില്ല. എപ്പോഴും ബ്രഹ്മജ്ഞാനികളുടെ ഉപദേശം സ്വീകരിക്കും. ഞാൻ എന്നും എൻ്റെ മനസ്സിനെ അടക്കി നിർത്തും. ജിതേന്ദ്രിയായ ഞാൻ അക്രോധനും ധർമ്മശീലനുമാണെങ്കിലും അതൊക്കെ പുറത്തുകാട്ടി മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കാറില്ല. നക്ഷത്രങ്ങൾക്ക് ചന്ദ്രൻ എന്ന പോലെ മറ്റു രാജാക്കന്മാർക്ക് അഗ്രേനായി ഞാൻ അഭിമാനിക്കുവാറുമില്ല. ഇപ്രകാരമുള്ള സ്വഭാവവും പെരുമാറ്റവും കൊണ്ടാണ് ഞാൻ ത്രിഭുവനങ്ങളും നേടിയത്. ഇതാണ് മുഖ്യമായി കാണേണ്ട സത്യം. പ്രഹ്ലാദൻ തുടർന്നു, അല്ലയോ ദിച്ഛതസമ, അങ്ങ് എനിക്ക് ചെയ്ത ഗുരു ശുശ്രൂഷ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന വരം തരുവാൻ ഞാൻ തയ്യാറാണ്. എന്താണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുക. ബ്രാഹ്മണൻ പറഞ്ഞു, രാജാവേ, ഭവാൻ എന്നിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നന്മ നേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭവാന്റെ ശീലം എനിക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതാണ് ഞാൻ അങ്ങിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരം. ബ്രാഹ്മണന്റെ ആവശ്യമറിഞ്ഞപ്പോൾ പ്രഹ്ലാദന്റെ മനസ്സിൽ ഭീതി ഉണ്ടായെങ്കിലും അത് പുറത്തു കാണിക്കാതെ പ്രസന്നവദനായി അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു, തഥാസ്തു. വരവും വാങ്ങി ബ്രാഹ്മണ വേഷധാരിയായി ഇന്ദ്രൻ സന്തോഷത്തോടെ ദേവലോകത്തേക്ക് പോയി. പ്രഹ്ലാദൻ കടുത്ത ചിന്തയിൽ മുഴുകിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് മഹത്തായൊരു പ്രഭാരൂപം കൊണ്ട് ഉയർന്നു വന്നു. പ്രഹ്ലാദന്റെ ശീലഗുണം രൂപം പൂണ്ട തേജസ്സായിരുന്നു അത്. അത് പ്രഹ്ലാദന്റെ ദേഹം വിട്ടു. തൻ്റെ മുന്നിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ തേജോ രൂപത്തിനോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നീ ആരാണ്? ഞാൻ ശീലമാണ് എന്ന് അത് ഉത്തരം പറഞ്ഞു. ഭവാൻ എന്നെ ദാനം ചെയ്തത് നിമിത്തം ഞാൻ അങ്ങയെ വിട്ടുപോവുകയാണ്. ശിഷ്യത്വം സ്വീകരിച്ച് നിന്നെ പൂജിച്ച് ഇവിടെ വാണ ആ ബ്രാഹ്മണനില്ലേ, അവനിൽ അധിവസിക്കുവാനാണ് ഞാൻ ഇവിടം വിടുന്നതെന്ന് അറിയിക്കുകയും ചെയ്തു. പ്രഹ്ലാദനിൽ നിന്ന് രൂപം പൂണ്ട അവന്റെ ശീലഗുണം അവിടെ മറഞ്ഞു. അത് മറഞ്ഞയുടനെ തതുല്യനായി മറ്റൊരുത്തൻ പ്രഹ്ലാദന്റെ ദേഹം വിട്ടുയർന്നു. അവനോടും അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? ആ രൂപം പ്രതിവചിച്ചു, ഞാനോ, ഞാൻ ധർമ്മമാണ്. ദൈത്യേന്ദ്ര, ഞാൻ പോകുന്നു. ശീലമുള്ളിടത്തെ ഞാൻ അധിവസിക്കൂ.
അങ്ങനെ ശീലവും ധർമ്മവും പോയി കഴിഞ്ഞപ്പോൾ അതാ മറ്റൊരുത്തൻ മഹാത്മാവായ പ്രഹ്ലാദന്റെ മെയ്വിട്ടുയരുന്നു. തേജസ്സിൽ ജ്വലിക്കുന്ന അവനോട് പ്രഹ്ലാദൻ ചോദിച്ചു, നീ നീ ആരാണ്? ആ തേജസ്വി പറഞ്ഞു, ഹേ ധൈത്രേന്ദ്ര, ഞാൻ സത്യമാണ്. ഞാൻ ധർമ്മത്തിന്റെ പിന്നാലെ അവനെ അനുയാത്ര ചെയ്യുന്നു. സമയം പോയ ഉടനെ മറ്റൊരു വമ്പനും പ്രഹ്ലാദനെ വിട്ടുയർന്നു. ആ രൂപത്തോടും പ്രഹ്ലാദൻ ചോദിച്ചു, നീ ആരാണ്? ഞാൻ വൃത്തം അല്ലെങ്കിൽ ചട്ടം നിയമമാണ്. സത്യമുള്ളിടത്തെ ഞാൻ വസിക്കൂ. ആകയാൽ ഞാൻ സത്യത്തെ പിന്തുടരുകയാണ്. അങ്ങനെ വൃത്തം പോയ സമയത്ത് മറ്റൊരു മഹാത്മാവ് പ്രഹ്ലാദനിൽ നിന്നുയർന്നു. ഭയങ്കര ശബ്ദത്തിൽ അവൻ പ്രഹ്ലാദനോട് വിളിച്ചു പറഞ്ഞു, ഹേ രാജാവേ, ഞാൻ ബലമാണ്. എവിടെ വൃത്തമുണ്ടോ അവിടെ ഞാനുമുണ്ട്. ഇപ്രകാരം ശീലം മുതൽ ബലം വരെയുള്ളതെല്ലാം പ്രഹ്ലാദനെ വിട്ട് പിരിഞ്ഞപ്പോൾ പ്രഭാവിയായ ഒരു ദേവി അവനിൽ നിന്ന് ഉയർന്നു വന്നു. പ്രഹ്ലാദൻ അത്ഭുതത്തോടെ ചോദിച്ചു, ദേവി, നീ ആരാണ്? അവൾ പറഞ്ഞു, വീരനായ രാജാവേ, ഞാൻ ഐശ്വര്യമാണ്. അങ്ങയിൽ ഇഷ്ടം പോലെ അധിവസിച്ച് സത്യപരാക്രമ, ഇപ്പോൾ ഞാൻ അങ്ങയെ വിട്ടു പോകുന്നു. ബലം എവിടെയുണ്ടോ അവിടെ മാത്രമേ ഞാൻ വസിക്കുകയുള്ളൂ. ഇത്രയും ആയപ്പോഴേക്കും പ്രഹ്ലാദന്റെ മനസ്സിൽ ഭയം വർദ്ധിച്ചു. അവൻ ശ്രീദേവിയോട് ചോദിച്ചു, ഹേ ലക്ഷ്മി ദേവി, നീ സത്യവ്രതയാണല്ലോ. ഭവതിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ അടുത്ത് വന്നുകൂടി എന്നെ ഗുരുഭക്തിയോടെ ശുശ്രൂഷിച്ച് പ്രീതിപ്പെടുത്തിയ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആരാണ്? ശ്രീദേവി പറഞ്ഞു, ആ ബ്രാഹ്മണൻ സാക്ഷാൽ ദേവേന്ദ്രനാണ്. ഹേ ധർമ്മജ്ഞ, നീ ഉത്തമമായ ശീലഗുണം കൈക്കൊണ്ടാണല്ലോ 3 ലോകവും നേടിയത്. നീ കൊടുത്ത വരത്താൽ നിന്റെ ശീലഗുണം ശക്രൻ നേടി. ധർമ്മം, പിന്നെ സത്യം, പിന്നെ വൃത്തം, പിന്നെ ബലം, പിന്നെ ഞാൻ, ഇവരൊക്കെ ശീലഗുണത്തെ ആധാരമാക്കി നിലകൊള്ളുന്നവരാണ്. നിന്റെ ശീലഗുണം ദാനം ചെയ്തപ്പോൾ നിനക്ക് മറ്റെല്ലാം നഷ്ടമായി. ഇപ്രകാരം പറഞ്ഞ ഐശ്വര്യ ദേവതയും അവനെ വിട്ടുപോയി. യുധിഷ്ഠിര, ശീലം സമ്പാദിക്കുവാനുള്ള ഉപായം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും എല്ലാ ജീവികളിലും അഹിംസ പാലിക്കുക, അനുഗ്രഹിക്കുക, ദാനം ചെയ്യുക. ഇതാണ് പ്രശസ്തമായ സൗശീല ഗുണം. അന്യർക്ക് ഹിതമല്ലാത്തതും തനിക്ക് വേണ്ടതുമായ കർമ്മം അത് പരുക്ഷമാണെന്ന് തോന്നിയാൽ ലജ്ജാകരമായ കർമ്മം ചെയ്യാതിരിക്കണം. സദസ്സിൽ പ്രാജ്ഞന്മാർ പുകഴ്ത്തുന്ന കർമ്മമേതോ അത് ചെയ്യണം. ഇതാണ് ശീലത്തിന്റെ സ്വഭാവം. ഒരു കാര്യം കൂടി പറയാം, ചിലപ്പോൾ ശീലം കെട്ടവരും ഐശ്വര്യം നേടിയവരും ഉണ്ണി, അത് ദീർഘകാലം നിലനിൽക്കില്ല. ക്ഷണനേരത്തിൽ അത് വേരോടെ നശിച്ചു പോയി കളയും. ഇപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കി സൗല്യശീലവാനായി രാജ്യഭരണം നടത്തുക. വരുവാൻ പോകുന്ന ആപത്തിനെ കണ്ടറിഞ്ഞ് തടുക്കുന്നവനും വന്നു ചേർന്ന ആപത്തിൽ തന്ത്രപരമായി രക്ഷപ്പെടുവാനുള്ള ബുദ്ധി പ്രയോഗിക്കുന്നവനുമാണ് ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ മന്ദനായവൻ നശിക്കുക തന്നെ ചെയ്യും. ഈ തത്വത്തെ വിശദീകരിക്കുവാനായി ഭീഷ്മർ ഒരു കഥ കൂടി പറഞ്ഞു. ആഴം കുറഞ്ഞതും മത്സ്യങ്ങൾ വളരെ ഉള്ളതുമായ ഒരു പൊയ്കയിൽ 3 മത്സ്യങ്ങൾ കൂട്ടുകാരുമായി ജീവിച്ചിരുന്നു. അതിലൊന്നാമന്റെ പേര് ദീർഘദർശി എന്നും, രണ്ടാമന്റെ പേര് പ്രത്യുൽപ്പന്നമതി എന്നും, മൂന്നാമന്റെ പേര് ദീർഘസൂത്രൻ എന്നുമായിരുന്നു. ഒരു ദിവസം കുറെ മീൻപിടുത്തക്കാർ വന്ന ഈ പൊയ്കയിൽ നിന്ന് തൊടുവഴിക്ക് വെള്ളം വാർത്തൊഴുകുവാൻ തുടങ്ങി. പൊയ്കയിലെ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ ദീർഘദർശി കൂട്ടുകാരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നാം ഈ പൊയ്ക വിട്ട് മറ്റൊരിടത്തേക്ക് രക്ഷപ്പെടണം. അല്ലെങ്കിൽ മീൻപിടുത്തക്കാരുടെ ഗിണിയിൽപ്പെടും. വരുവാൻ പോകുന്ന അനർത്ഥം കണ്ടറിഞ്ഞ് വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ നമുക്ക് നാശം സംഭവിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ദീർഘസൂത്രൻ പറഞ്ഞു, സ്നേഹിത, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പരിഭ്രമത്തിന് കാര്യമൊന്നുമില്ല. നമുക്ക് രക്ഷപ്പെടുവാൻ ധാരാളം സമയമുണ്ട്. അപ്പോൾ പ്രത്യുൽപ്പന്നമതി പറഞ്ഞു, സമയം വരുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. അപ്പോൾ എന്തെങ്കിലും വഴി ഞാൻ കണ്ടുപിടിക്കും. ദീർഘദർശി അവിടെ തങ്ങി നിന്ന് സമയം കളയാതെ വെള്ളം വാർന്നൊഴുകുന്ന തേടുവഴിക്ക് പോയി വിശാലമായ